പണ്ട് അമ്മ അങ്ങനെയൊന്നും അല്ല പറഞ്ഞോണ്ടിരുന്നത്. അടി കൊടുത്തു. അമ്മ അടി കൊടുക്കാത്തോണ്ട് ഞാൻ അടി കൊടുത്തു. നമ്മുടെ വീഡിയോകളെ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ചെയ്യണേ. ആഴ്ചയിൽ 3 ഹൈപ്പ്. മയക്കൊക്കെ കഴിഞ്ഞില്ലേ? മയക്കമൊക്കെ കഴിഞ്ഞില്ലേ? വാ, ചായ കുടിക്കാറായി. ഇപ്പോഴാ? എന്നാ കാര്യം? എന്നാ കാര്യ? രാത്രി സന്ധ്യയായി വരുമ്പം ചെയ്യാനൊന്നുമില്ലേ? സന്ധ്യയായി വരുമ്പോ എന്നാ ചെയ്യാൻ? എനിക്കറിയാം. പുറത്തുള്ള കാര്യങ്ങളെല്ലാം നടത്തണം. എന്നാ കാര്യം? സന്ധ്യക്കാണോ പുറത്തുള്ള കാര്യം ചെയ്ത്? സന്ധ്യക്ക് തന്നെ പുറത്തുള്ള കാര്യം ചെയ്യാൻ? പകലല്ല പുറത്തുള്ള കാര്യം ചെയ്യണ്ടേ? കന്നുകാലിയുടെ കാര്യം, ആടിന്റെ കാര്യം, തീറ്റ, പിന്നെ എല്ലാത്തിനും കൊണ്ടക്കട്ടെ, കുടിക്കാൻ കൊടുക്കുക. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊക്കെ ചെയ്ത് മടുത്തല്ലേ? അതൊക്കെ ചെയ്ത് മടുത്തല്ലേ? അതെല്ലാം ചെയ്ത് മടുത്തു. എലിക്കുട്ടി, എലിക്കുട്ടി അമ്മേ, അതെല്ലാം ചെയ്ത് മടുത്തെന്ന്. അത് നിങ്ങൾക്ക് ചെയ്തോണ്ടിരുന്നല്ലേ? ആണോ? ഞാനിതൊക്കെയല്ലേ ഞാനല്ല ചെയ്തോണ്ടിരുന്നത് നേരത്തെ. അതെ അതെ, നേരത്തെ എലിക്കുട്ടി അമ്മ ആയിരുന്നു എല്ലാം ചെയ്തോണ്ടിരുന്നത്. ഇപ്പം ഞാൻ പിന്നെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അതുങ്ങൾ ഉള്ളപ്പം വല്ലതും ഒരു ഇച്ചിരി വെള്ളമൊക്കെ എടുത്തൊന്ന് കൊടുക്കും. ഇല്ലെങ്കിൽ എല്ലാത്തിനും ഇരണ്ട. പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു സമാധാനം ഉണ്ടല്ലോ. ഇത്രയൊക്കെ ചെയ്താൽ മതിയല്ലോ. എന്നാ വാ, ഏറ്റ് വാ, ഏറ്റ് വാ, എന്നാ ചായ കുടിക്കാൻ. ഞാൻ വന്നില്ല. അതിനാ? എനിക്ക് വേണ്ട. ചായ കുടിക്കണ സമയം വേണ്ട. ചായ കൂടെ സമയമെല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ട കുടിച്ചോ പോയി. ആരാ വിളിക്കണ? ആരാ? എന്നാ? എനിക്ക് വേണ്ട. വേണ്ട. നീ പോവല്ലേ? വാ, ഏറ്റ് വാ. വരുന്നുണ്ടോ? അല്ലെ ഞാൻ പോവാ. ഇന്ന് ജോമോനെ ഞാനൊന്ന് പറഞ്ഞു വിട്ടാ ചായ കുടിക്കാൻ വിളിക്കാൻ. ഈ ജോമോനെ ഒന്ന് പറഞ്ഞു വിട്ടോ ചായ കുടിക്കാൻ വിളിക്കാൻ. വിളിച്ചോ? എന്നിട്ട് അമ്മ വന്നില്ലല്ലോ. ആണോ? എന്നാ കൈ കഴുകിട്ടുവാ, കൈ കഴുകിട്ടുവാ. ഒന്നുമില്ല. നല്ലാണോ? കണ്ടിട്ട് കളറ് തിന്നാലല്ലേ അറിയത്തുള്ളൂ. നിന്റെ പേരെന്നാന്നറിയാവോ? ജിലേബി. ജിലേബി 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 എന്നാ, ജിലേബി. ഇതിന്റെ പേര്. ആടിനെയൊക്കെ കെട്ടി, പശുവിനെയൊക്കെ കെട്ടി കെട്ടി വെള്ളമൊക്കെ കൊടുത്തിട്ട് കിടക്കുമായിരുന്നു. മയങ്ങുമായിരുന്നല്ലേ, ക്ഷീണം കൊണ്ട്. പിന്നെ പിള്ളേരൊക്കെ ഇപ്പോൾ ഉള്ളതുകൊണ്ട് പുല്ല് പറിക്കാനും. ചാച്ചൻ അതാ ഈ നിൽക്കുന്നത്. അമ്മയുടെ പിന്നെ സാബുമോനാണോ? സാബുമോൻ ഇപ്പം വരുവാണെങ്കിൽ ജോമാൻ ഇപ്പൊ എടുത്ത് ദൂരെ കളഞ്ഞാനെ. ഏത് ചാച്ചൻ? അവതക്കൊച്ചാണോ? അവതക്കൊച്ചാണോ? പിന്നെ അമ്മയുടെ അമ്മായിയപ്പനാണോ? അതിന് എനിക്കറിയത്തില്ല. പള്ളിയിലാക്കിയേക്കുവാ. പള്ളി താമസിക്കട്ടെ, കുറച്ചാൾ അവിടെയൊക്കെ താമസിക്കട്ടെ, ശുദ്ധീകരിക്കട്ടെ. വയസ്സും പ്രായമൊക്കെ ആയില്ലേ? പള്ളിയിലൊക്കെ പ്രാർത്ഥിച്ചും കിറക്കിയൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അല്ല, കുരുത്തക്കേടുണ്ടല്ലോ. അമ്മ പറയല്ലോ കുരുത്തക്കേടുണ്ടായിരുന്നെന്ന്. കുറച്ച് കുരുത്തക്കേടൊക്കെ ഇല്ലായിരുന്നോ? നല്ല പ്രായത്തിൽ അതിനിപ്പം മാറാതിരിക്കുക. അതിപ്പോ അവിടെ പള്ളി താമസിച്ച് മാറട്ടെ, അതിനുകൊണ്ട് ആക്കിയേക്കുക. ഭക്ഷണം ഒന്നും വേണ്ട, ഉപവാസവാ. ഭക്ഷണം വേണ്ട. അങ്ങനെ പപ്പടി ക്ഷീണമാകിയല്ലേ? അയ്യോ സാരമില്ല, ദൈവം കൂടെ ഉണ്ട്.
അപ്പം ഈശോ ഉപവസിച്ചതല്ലേ? ഈശോ ഉപവസിച്ചതല്ലേ? ഈശോ ഉപവസിച്ചതല്ലേന്ന് ഒരു ക്ഷീണമൊന്നും ഉണ്ടായില്ലല്ലോ. ഇത് നല്ല മധുര. അതുകൊണ്ടാണ് മേടിച്ചോണ്ട് വന്നത്. എലിക്കുട്ടിയമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയായിരുന്നു. ഇത് എവിടെയെന്നാ? അത് ഗോതമ്പല്ലൂര് പോയപ്പോ മേടിച്ചതാ. ആണോ? ഇന്ന് നീ ഓരോക്കെ പോയി. എവിടെയാ? ഇവിടെ ജോമോനുണ്ടായിരുന്നു, എലിക്കുട്ടിയമ്മ ഉണ്ടായിരുന്നു. അതിനെവിടെ ഉണ്ടാവും? കിടക്കുമായിരുന്നു. അതിന് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അറിയത്തില്ലാത്തത്. അമ്മ എല്ലായിടത്തും പോയായിരുന്നു. ഓർത്തോളം ചെയ്യുമോ? എന്നാലും ഓർക്കാം. പിന്നെ ഓർത്ത ഉടനെ മറന്നു പോവല്ലേ? ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ എവിടെ പോയമേ? ഇവിടെ കുറെ പേരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ എവിടെ പോയി? ഒന്നിനും കാണുന്നില്ലല്ലോ ഇവിടെ. ആരോ ഉണ്ടായിരുന്നു. അമ്മ മൂത്ത മകനും മരുമകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അവരുടെ വീടുകൂടി പോയായിരിക്കും. ഈ നേരായില്ലേ? സന്ധ്യയായില്ലേ അല്ലേ? നീയൊക്കെ വീട് വഴി പോയി കിടക്കാം. വീട്ടിലല്ലോ അവനവന്റെ വീട് വഴി പോയി കിടക്കണം അല്ലേ? പിന്നെ മറ്റുള്ളവരുടെ വീട് വഴി ഒന്നും നിൽക്കരുത്. പിന്നെ അങ്ങനെയാണ് അമ്മ പറയണേ. പണ്ട് അമ്മ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞോണ്ടിരുന്നേ. പണ്ട് അമ്മ അങ്ങനെയൊന്നും അല്ല പറഞ്ഞോണ്ടിരുന്നത്. എല്ലാവരും കൂടി ഒരു കുടുംബത്തങ്ങ് കഴിഞ്ഞോണെന്നാ പറഞ്ഞത്. വേറെ ഒന്നും ആരും പോകരുതെന്നു. അന്നത്തെ കഴിപ്പ് അങ്ങനെയുണ്ട്. അന്നത്തെ കഴിപ്പ് അങ്ങനെയായിരുന്നു. കഴിപ്പ് ഇങ്ങനെയാ അല്ലേ? ഇന്നത്തെ കാലം അങ്ങനെയായിരുന്നു. കഴിപ്പ് എല്ലാവർക്കും മാറ്റിയിട്ടു, എല്ലാവർക്കും കൊടുക്കില്ല. അതാ നല്ലത്. എല്ലാവരും സെപ്പറേറ്റ് ആയി അല്ലേ? അല്ലെങ്കിൽ അലമ്പാവും അല്ലേ? എല്ലാം കൂടെ ഒന്നിച്ച് കിടന്നാല് സ്നേഹം ഇല്ലാതെ വരും. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞേ? സഹോദരങ്ങളാന്ന് പറഞ്ഞാലും അല്ലേ, എത്ര നല്ല സഹോദരങ്ങളാന്ന് പറഞ്ഞാലും ഒന്നിച്ച് കിടന്ന അലമ്പുണ്ടാവും അല്ലേ അമ്മേ? എലിക്കുട്ടിക്ക് ഓർമ്മയൊക്കെ അതേന്നെ, ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. മക്കളെ പോലും വിശ്വസിക്കരുത്. ഞാനങ്ങനെയാ പറയണേ അല്ലേ? കെട്ടിയോനെ വിശ്വസിക്കരുത്. കെട്ടിയോളെ വിശ്വസിക്കരുത് അല്ലേ അമ്മേ? അങ്ങനെയാണോ അമ്മേ? കെട്ടിയോട് കെട്ടിയോട് പുറത്തു വഴി ഒന്നും പോടില്ല, അതുകൊണ്ട് വിശ്വസിക്കാതെ. അയ്യോ എനിക്ക് എലിക്കുട്ടി നല്ല എലിക്കുട്ടി. 100% വിശ്വസിക്കാമേ. ഇന്നത്തെ കെട്ടിയോളമാരൊക്കെ പുറത്തു പോകണം. കെട്ടിയോൻ പറയട്ടെ, എന്നെ 100% വിശ്വസിക്കാവോ? എന്റെ കാര്യമല്ലല്ലോ പറഞ്ഞേ, കെട്ടിയോളമാരുടെ കാര്യമല്ല പറഞ്ഞേ. ഇന്നത്തെ കെട്ടിയോളമാര് പുറത്തു പോണതാ. അതുകൊണ്ട് അമ്മ പറഞ്ഞൊന്നും ശരിയൊന്നുമില്ല. അമ്മ എന്നെ ഉദ്ദേശിച്ചിട്ടാ. എന്നെ ഉദ്ദേശിച്ചു. അവരൊക്കെ ടൂറിന് പോയിരിക്കുമല്ലേ? നമ്മുടെ മൂത്ത മോനൊക്കെ അവരൊക്കെ ടൂറിന് പോയിരിക്കും കേട്ടോ. ഇവർ ഇവിടെ വന്ന് നാട്ടിൽ വന്നൊന്ന് റിലാക്സിന് പോയിരിക്കുന്നു. ശങ്കരിയും കുട്ടുമൊക്കെ ആയിട്ട് ഉദയോ അസ്തമയൊക്കെ കാണാൻ വേണ്ടി. ഓരോ സംഗതി നടക്കും. അതൊക്കെ അങ്ങനെയാ ലോകത്തും. ലോകം ആരംഭം മുതൽ അവസാനം വരും. അതെ അതെ, അത് ആരെയും കുഴപ്പമില്ല. ലോകത്തിന്റെ ഈശോ ലോകത്തും ഇതിനെ വെച്ചിട്ടുള്ള ലോകം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അല്ലേ? ലോകം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ധൈര്യമായിട്ടൊന്നൊരു മനുഷ്യർ രാത്രി പോക്ക് വരും. അന്നത്തെ കാലം ഉണ്ടോ? പഴയ കാലം ഉണ്ടോ? അത് തന്നെ. എങ്ങോട്ടെങ്കിലും പഴയ കാലത്തൊന്നും അല്ല. എന്റെ ഒരു പകുതി കാലത്തും ഒന്നും അങ്ങനെ ഒന്നും പോക്കില്ല. ഇപ്പൊ എല്ലാരും വിദേശത്തൊക്കെ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ എങ്ങനെയായത് അല്ലേ? ഈ ഇങ്ങനെ ടൂർ പോക്കൊക്കെ പരിപാടി. നേരത്തൊക്കെ പോയിരുന്നു. ജോലിക്ക് പുറത്തേക്ക് പോകാൻ തുടങ്ങിയില്ലേ? ഞാൻ സ്കൂളിൽ നിന്ന് പോലും ടൂറിന് പോയിട്ടില്ല. അതാരപ്പത്തേന് മാറ്റം വന്നു. അതന്നെ, എന്തായാലും പൈസ ആയേ. പൈസ ആയെന്നേ, അതുകൊണ്ടാണ് എല്ലാരും ടൂറിന് പോണത്. അത് ശരിയാമേ. പണ്ടെന്ന് പറഞ്ഞാൽ നടന്നു പോണം, അല്ല കാളവണ്ടിക്ക് പോണം, വണ്ടികളില്ലല്ലോ. കാലും കൈയും പിടിക്കാതെ കാര്യം പോകത്തില്ല. പിന്നെ അവനവന്റെ കഷ്ടപ്പെട്ട പണം മുടക്കി അവനവനൊന്ന് ടൂറിന് പോകണ എന്നാ ഇത്ര കുഴപ്പം? എന്തെങ്കിലും മേടിക്കോ എന്തെങ്കിലും മേടിച്ചോണ്ട് വരുമൊക്കെ ചെയ്യാൻ കാല് പിടിക്കണ്ട. അതന്നെ വലിയ കാര്യമല്ലേ? പൈസ ഇല്ലാത്തവനല്ലേ കാല് പിടിക്കാൻ പോകേണ്ടി വരുന്നത് അല്ലേ? പിന്നെ അത് വലിയ കാര്യമാണ്. എന്നിട്ട് മറ്റേടത്തും അതില്ല കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുവിലായാലും
കേൾക്കാത്ത എല്ലാം കേൾക്കണം. അനുഭവമൊന്നുമില്ല. പൈസ മേടിച്ചുകൊണ്ട് പോലത്തെ കാര്യം അമ്മ പറഞ്ഞു. ആ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന് വഴക്ക് പറയും അല്ലേ? അവർ എടുത്തോണ്ട് പോകും, ആരും കൊടുക്കണം. ആ, കൊടുക്കാൻ എടുത്തോണ്ട് പോകും. തീരുന്ന കണക്ക്. ഏലിക്കുട്ടി അമ്മയോട് എല്ലാ കാര്യം ചോദിച്ചാൽ എല്ലാം പറഞ്ഞു തരും കേട്ടോ. ഒരു മൂഡ് വേണമെന്നേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് വേറെ ആരെങ്കിലും ജോമോനെ കയറി വന്നാൽ ജോമോനിട്ട് പണി കിട്ടും കേട്ടോ. ജോമോന്റെ സാബു ചേട്ടായി കയറി വന്നാൽ ജോമോനിട്ട് പണി കിട്ടും. അതുകൊണ്ട് ആരും സാബുമോ ഇങ്ങോട്ട് വരാത്തേന്ന് എനിക്ക് തോന്നുന്നു. എന്തിനാ ജോമോനെ വഴക്ക് ഏൽപ്പിക്കണേന്ന് ഓർത്തിട്ടാണോ? ആർക്കറിയാം, അവന് സമയമില്ലല്ലോ. ജോലി കഴിഞ്ഞ് വന്നാൽ രാവിലെ പോകണം. വലിയ ഡ്യൂട്ടിയല്ലേ, ജോലിയല്ലേ, അതൊക്കെ ആയിരിക്കും. എല്ലാവരും കറങ്ങി കറങ്ങി ചൂടായി. രണ്ടാഴ്ചയായിട്ട് വീട്ടിൽ ആരും ഇല്ലല്ലോ. എവിടെ? ഏത് വീട്ടിലാമേ? ഞങ്ങളുടെ വീട്ടിൽ. മുദ്രക്കട്ടയിലാണോ? മുദ്രക്കട്ട 2 ആഴ്ച ആൾക്കാരെ കൂടുതലാ. അതിനാ എല്ലാവരും വന്നിട്ടുണ്ട്. എപ്പോ? ഇന്നിപ്പോ ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. പുറത്ത് പോയിരിക്കുവാണ്. അടുത്ത ദിവസം വരും. എവിടെ പോയതാ? അവരൊന്ന് കറങ്ങാൻ പോയതാ. അമ്മയുടെ 2 കൊച്ചുമക്കൾ നോക്കി, ബാക്കിയുള്ള കൊച്ചുമക്കളും എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. വന്നില്ല. ഇത് ഈ ചാച്ചനാണോ ഉദ്ദേശിച്ചത്? ഈ ചാച്ചനെയാണോ ഉദ്ദേശിച്ചത്? അതിനമ്മ ചിരിച്ചത്? ഓ, ഇത് പപ്പായാണല്ലോ അല്ലേ? ഇത് പപ്പായാണോ അമ്മേ? ഇവിടുത്തെ ചാച്ചനും പ്രായമായ മനുഷ്യരല്ലേ. ആ, ഇവിടുത്തെ ചാച്ചൻ പ്രായമായ മനുഷ്യൻ. ഇതിനാ പ്രായമല്ല. പ്രായമൊന്നും ആയിട്ടില്ലേ? ഇവിടെ 50 വയസ്സായില്ലേ? 50 വയസ്സായി. 50 വയസ്സ് വലിയ പ്രായമാണ്. ആ, പിന്നെ പ്രായമായില്ലേ? മുക്കാലും പ്രായമായി. എത്ര എപ്പോഴാന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെയൊക്കെ അല്ലേ? 50 വയസ്സ് ഇരുന്നാൽ മഹാഭാഗ്യം എന്നൊക്കെയാ പറയുന്നത് ഇപ്പൊ. ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പൊ എപ്പം വേണേലും പോകാം. എല്ലാരും റെഡി ആയിരുന്ന വെച്ചാൽ മതി അല്ലേ മേ? പണ്ടായിരുന്നു 90, 100, 110 ഒക്കെ ഇരിക്കുന്നേ. അന്നൊക്കെ കാലാവസ്ഥയിൽ പല പല മാറ്റങ്ങളുണ്ടാകും. അതൊക്കെ ശരിയാ. കാലാവസ്ഥ മാറ്റമുണ്ട്, ഭക്ഷണത്തിൽ മാറ്റമുണ്ട്, പൊടിപടലങ്ങളില്ല. സമയത്ത് ഭക്ഷണമുണ്ട്. ചുവന്നേരം ഇപ്പോഴും ചുവന്നേരം ഭക്ഷണമൊക്കെ ഉണ്ട്. അന്ന് ചുവന്നേരം ഭക്ഷണം ഇല്ലെന്നാ പറഞ്ഞ. എല്ലുമുറിയെ പണിയണം. പല്ലുമുറിയെ തിന്നണം എന്നാ പറഞ്ഞത്. പക്ഷെ അന്ന് പല്ലുമുറിയെ തിന്നാനില്ല. പണിയല്ലേ ഇപ്പൊ? ഇന്ന് എല്ലുമുറിയെ പണിയാതെ പല്ലുമുറിയെ തിന്നു. അതെ, ഇന്ന് പല്ലുമുറിയെ തിന്നുന്നേ ഉള്ളൂ, എല്ലുമുറിയെ പണിയുന്നില്ല. ഇപ്പൊ പണിയൊക്കെ തിന്നു പോയി. ഇടകൊണ്ടാകുന്നു. ആരും പണിയാനില്ലല്ലോ. എല്ലാവരും ജോലിക്കാർ മാത്രം മതി. ഇനി വല്ലതും വേണം? ബിസ്ക്കറ്റ്? ബിസ്ക്കറ്റ് എന്നതാ? ബിസ്ക്കറ്റ് ഒന്നും വേണം. ആ, ചായ കൂടി എടുത്തുകൂടി. ഈ ചായ കുടി. കുടിച്ചോ? ചായ കുടിച്ചേർന്ന് ചായ കുടിച്ചു കഴിഞ്ഞു. കടലമുട്ടായി എടുത്തു വിടുന്ന കുഞ്ഞൂട്ടനാണോ? കുഞ്ഞൂട്ടനാണോ? അല്ലെ ടോമിച്ചാച്ചനാണോ? ടോമിച്ചാച്ചനാണോ? വീട്ടിലെ ചാച്ചൻ. എൻ്റെ ചാച്ചൻ. അമ്മയുടെ ചാച്ചനാ. അമ്മയുടെ വർക്കി ചാച്ചനാ? പ്രായമായില്ല. ഇനി പുറത്തോട്ട് ഉള്ള കാര്യമൊന്നും പറ്റിയ. വർക്കി ചാച്ചനാണോ? പുറത്തിറങ്ങി പോയി നടക്കണം. രാത്രി ആയി കഴിഞ്ഞാൽ എന്നിട്ടാണ് പുറത്തിറങ്ങി പോയി നടക്കണേ. പുറത്തോട്ട് ഇറങ്ങാൻ മേലത്തവരൊക്കെ പുറത്തിറങ്ങി പോയി നടക്കുക. എവിടെയെങ്കിലും വീട് വേണോ കാല കൈ ഓടിക്കാൻ വേണ്ടിയിട്ട്. പുറത്ത് പോയതാണെന്ന് ആർക്കല്ല. ഇതല്ല ഇവിടെയൊന്നും ഇല്ലല്ലോ. വീട്ടിൽ കാണും. വീടിതല്ലേ? വീട്ടിൽ കാണുന്നേ. വീടിതാന്നേ. പിന്നെ ഇവിടെയൊന്നും ഇല്ല. ഈ മുറി വഴിയൊക്കെ നോക്കി ആരും കാണാനില്ല. ഇവിടെ ചാച്ചന്മാരെ ഞങ്ങൾ കണ്ടില്ല. തപ്പണ്ടൊന്നും പുറത്തോട്ട് പോയി പ്രായമായ മുറി. പ്രായപ്പോൾ പോകാൻ മേലല്ലേ? ആരാ? വർക്കി ചാച്ചനാണോ? വർക്കി ചാച്ചനാണോ അമ്മേ? വർക്കി ചാച്ചനാണോ കുഞ്ഞുകുട്ടൻ ചാച്ചനാണോ? കുഞ്ഞുകുട്ടൻ ചാച്ചനാണോ വർക്കി ചാച്ചനാണോ എന്ന്? ഏത് ചാച്ചനാന്നാ ചോദിച്ചേ? കുഞ്ഞുകുട്ടൻ ചാച്ചനാണോ വർക്കി ചാച്ചനാണോ? വെള്ളത്തിൻ്റെ പേര് തിരിഞ്ഞില്ല. കുഞ്ഞുകുട്ടൻ ചാച്ചൻ. കുഞ്ഞുകുട്ടനില്ലേ? കുഞ്ഞുകുട്ടൻ. എലിക്കുട്ടി കൂടെ ഞാൻ പറയാം. കുഞ്ഞുകുട്ടൻ, വർക്കി, ഇതിലേതാന്നാ ചോദിച്ചേ? ഏതാ? അവരൊക്കെ ഉണ്ട്.
അവരൊക്കെ ഉണ്ടെന്ന്. അതിന് ആരും പോയിട്ടില്ല. അവരാരും പോയിട്ടില്ല. ഇല്ലല്ലേ? ഇല്ല. ഇവിടെ ഇങ്ങോട്ട് വരേണ്ടതാരാ? ഏ? ഇങ്ങോട്ട് വരേണ്ട ചാച്ചൻ ആരാ? ഏതാന്നാ ചോദിച്ചേ? എന്നാ? ഇങ്ങോട്ട് വരേണ്ട ചാച്ചൻ ഏതാന്നാ ചോദിച്ചേ? ഏത് ചാച്ചനാ ഇങ്ങോട്ട് വരേണ്ടതെന്ന്? ഏത് യാത്ര ഇങ്ങോട്ട് വരണ്ടേന്ന്? ഇവിടുന്നില്ല. ഇവിടുന്ന് പെണ്ണ് കെട്ടി ചേർക്കാൻ. പെണ്ണ് കിട്ടി ചേർക്കണോ? പെണ്ണ് കെട്ടിയതാണ് അവന് മനം. ആ പെണ്ണ് കിട്ടിയവന് ഓസ്ട്രേലിയയിൽ കിടക്കുവാ. ഓസ്ട്രേലിയയിൽ കിടക്കുവാ. കഴിഞ്ഞ ആ അവിടെ പോയി പെട്ടുപോയി. കടപ്പില അവിടെ പെട്ടുപോയി. പെട്ടുപോയി. താമസിയാതെ വരും. ഈ മാസം വരും. അതിനങ്ങനെ പറ്റിയേ. ആ അവിടെ ഉണ്ണിയുടെ മകനെ കൊച്ചിനെ നോക്കാൻ പോയതല്ലേ? അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായി. മകന്റെ കൊച്ചിനെ നോക്കാൻ മകൻ്റെ കൊച്ചിനെ നോക്കാൻ പോയതാ. മകൻ്റെ കൊച്ചിനെ നോക്കാൻ പോയതാന്നേ. ആ കുഞ്ഞു കൊച്ചല്ലേ? ആ അപ്പോൾ വലിയവനെ നോക്കണം. അതിന് പോയതാണ്. ആ മാനും മാളും കൂടെ പോയതാ. മാനും മാളും കൂടെ പോയതാന്നേ. ആ ഇത് വരും. ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോൾ വരും. മകൻ്റെ കൊച്ചാണ്. ആ മകൻ്റെ കൊച്ച്. അവിടെ താമസിക്കായിരിക്കും. ആ ഇച്ചിരി കഴിയുമ്പം വരും. നേരെ ഒത്തിരി ആയി. 4 മണി. 4 മണി ചായയുടെ സമയം. 4 മണി ആയില്ലേ? ആ ഇന്ന് രാവിലെ പ്രാർത്ഥനയിലേക്ക് കഴിഞ്ഞ് പിന്നെ ചെല്ലിയില്ലല്ലേ? പിന്നെ കിടക്കുമായിരുന്നു. രാവിലത്തെ പ്രാർത്ഥന എടുക്കാനും പറ്റില്ല. കുറേ അതിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. കുറച്ച് നാളായല്ലോ കണ്ടിന്യൂസ് പ്രാർത്ഥന ഇല്ലിട്ട്. ആൾക്കാരൊക്കെ ഇങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആകുമ്പോഴത്തേക്ക് പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നത്. തന്നെയാകുമ്പോഴേ ഉറക്കവും കൂടുതൽ. ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ അത്ര പകൽ കിടന്ന് ഉറങ്ങിയല്ല. മാറ്റി പറിക്കണ്ട. ഇവര് ആരാണ്ടൊക്കെ ഈ ജോമോനില്ലേ? ഈ ജോമോൻ അമ്മയുടെ മകൻ ജോമോൻ. എന്നാ ആ ജോമോൻ ഏതാണ്ടൊക്കെ ഇവിടെ പശ വെച്ച് ഒട്ടിച്ച് വെച്ചപ്പോ ഇവിടെ തൂത്ത് വെച്ചതാ. ഇത് അതുപോലെ അവിടെ വെച്ചിട്ടും പോയിട്ട്. അതുണ്ട് ഇവിടെ. അമ്മയ്ക്ക് വരുമ്പോ ഒന്ന് വഴക്ക് പറയണം കേട്ടോ. ജോമോനെ വഴക്ക് പറയണം കേട്ടോ. ആരാ ആ പോയെ? അതാ ജോമോനാണോ അമ്മ ഇത്? ജോമോനാണോ ഇത്? ഇവനെങ്ങനെയാ ജോമോനാണ്? ഇവനാരാമേ? അവനെ അറിയത്തില്ല. എനിക്കറിയത്തില്ല. അവനെ അറിയത്തില്ലെന്ന്. മാന്തണ്ട പോരിയല്ല. ഞാൻ കൊറേ മാന്തിയതാ. അവനെവിടെയായിരുന്നു? അവനോട് ചോദിക്കും. അവനോട് ചോദിക്കമ്മ. അല്ല വരികയില്ല. ഇവിടെയല്ല. ഇവിടെയായിരുന്നു. പിന്നെ എന്നാ നീ എന്നെ വഴക്ക് പറയുക? വരികയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ജോമോ വരുമ്പോ ചോദിക്കാൻ അമ്മയോട് പറഞ്ഞത്. അമ്മ എപ്പോഴും അവനെ കണ്ടോണ്ടിരിക്കുന്നത്. ഇനി കിടക്കാൻ പോകണം. ഇനി നമുക്ക് ഇച്ചിരി നേരം അതിലേക്ക് നടക്കാൻ പോകാം. ആടിന് പുല്ല് പറിക്കാൻ പോവാം. ആടിനും പശുവിനൊക്കെ ഇച്ചിരി പുല്ല് പറിക്കാൻ പോയാലോ? പറ്റിയല്ലേ? അമ്മ വെള്ളമൊക്കെ കൊടുത്തിട്ട് കിടന്നാന്നേ. ആടിനും പശുവിനൊക്കെ വെള്ളം കൊടുത്തിട്ട് കിടന്നാ. ഞാനോർത്ത് അമ്മേന്റെ കൂടെ കൂട്ടിന് വരുമായിരിക്കും. ഞാനോർത്ത് അമ്മ എന്നോട് കൂട്ടിന് വരുമെന്ന് വിചാരിച്ച ഞാൻ ജിലേബിയൊക്കെ മേടിച്ചോണ്ട് വന്നു. ദൈവമേ എന്നോട് വരുന്നില്ലെന്നോ? പുല്ല് പറിക്കാനൊന്നും മേലല്ലാമേ. അതൊക്കെ വേണം പിള്ളേർ ചെയ്യട്ടെ. പുല്ല് പറിക്കണ പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ അല്ലേ? പുല്ല് പറിക്കണ പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഇനിയിപ്പോൾ പുല്ല് പറിക്കണ കാര്യമുണ്ടോ? ചെത്തിയും മങ്ങിയും കുറച്ച് എടുക്കണം അല്ലേ? ആണോ? അതുകൊണ്ട് പറ്റിയില്ല. പറിക്കാനൊന്നും പോകാൻ പറ്റിയില്ല. അല്ല വെട്ടിച്ചവറ് വെട്ടിക്കൊണ്ട് വന്നാലോ? ആടിന് കൊടുക്കാനേ വെട്ടിച്ചവറ് വെട്ടിക്കൊണ്ട് വന്നാലോ ഒന്ന്? എല്ലാ കാര്യത്തിലും മാറ്റം വരും. പ്രായമായി കഴിയുമ്പോൾ കാക്കന്മാർ മക്കളുമൊക്കെ ഒരു ലോകാവസാനം ആരംഭം പോലുള്ള ഇത് വേസ്റ്റ് അല്ലേ? ഭക്ഷണത്തിനല്ല വേസ്റ്റ്.
ഇവിടെ കൊണ്ട കെട്ടിട്ടോ. ആ എന്നാലും കെട്ടാറായില്ലേ? സന്ധ്യയായിക്കൊണ്ടിരിക്കുമല്ലേ, അതുകൊണ്ട് കെട്ടിയേക്കണ. ഇത് അവിടെ നമ്മളാണോ കൃഷി ചെയ്തേക്കണം? ആ അമ്മയുടെ മകൻ സാബു. അമ്മയുടെ മകൻ സാബുവാ. സാബു ഇല്ലേ? ഇവിടെ സാബുവാണ് കൃഷി ചെയ്തിരിക്കുന്നത് അവിടെ. അത് നമ്മളല്ലേ? ആ നമ്മളാ. സാബു എവിടെയല്ലേ താമസിക്കുന്നത്? നമ്മളല്ലേ അതിനകത്ത് മറ്റേ സാധനമൊക്കെ കുറിച്ച് വെച്ചത്. ആ സാബു കുഴിച്ച് വെച്ചേക്കണം, നമ്മളൊന്നും കുഴിച്ച് വെച്ചിട്ടില്ല. അവനല്ലേ കൃഷിക്കാരൻ ഇവിടുത്തെ മെയിൻ കൃഷിക്കാരൻ അവനല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? കാക്ക കടന്ന് ഭയങ്കര കരച്ചിൽ. ആ കാക്ക കിടന്ന കരയുന്നത് ഇവിടെ നിന്നുണ്ട്. കാക്ക വന്ന് കുത്തിയെന്ന് കരയും. ആ പശു പുല്ല് വന്നോണ്ടിരിക്കുവന്നേ, കൂട്ടിക്കയറാറാകുന്നല്ലേ ഉള്ളൂ. ഇപ്പം അത് മഴയില്ലല്ലോ, കാരണം വെയിലുമില്ല. ആ അതെ അതെ. ഇന്ന് വയറ് പറയാം. ആ തിന്ന് വയറ് അറിയട്ടെ. അല്ലേ എപ്പോഴും ചെത്തി കൊടുക്കാൻ പറ്റുമോ? ഉള്ളതെല്ലാം തീർന്നു പോയില്ലേ? തോത കരിക്കാൻ തുടങ്ങിയ പടക്കം പൊട്ടിച്ചാണോ? പടക്കമൊന്നും അവിടെ പൊട്ടിച്ചില്ലല്ലോ. അവിടെ തോത കരിച്ചിട്ടുണ്ട്. പടക്കം പൊട്ടിയായിരുന്നല്ലോ അവിടെ. അത് ശകലല്ലേ പൊട്ടിച്ചുള്ളൂ, മാലയൊന്നും പൊട്ടിച്ചില്ലല്ലോ. പടക്കത്തോടെ കുറവല്ലായിരുന്നു. അവന് കൂട്ടിക്കയറാനായിരിക്കും. ആ മതി, അങ്ങനെ ഇരിക്കുള്ളൂ. അത് അടയല. ആ അതങ്ങനെ ഇരിക്കുള്ളൂ. അത് അകത്തുനിന്ന് കുറ്റിയിട്ടാലേ ഇരിക്കുള്ളൂ. അകത്തുനിന്നേ കുറ്റിയിട്ടാലേ ഇരിക്കുള്ളൂന്നേ. കുറ്റിയിടണം അതൊക്കെ. തടിക്കതല്ലേ വട്ടയ്ക്കും. ഇനിയോ കുരിശ വരച്ചിട്ട് കിടന്നാൽ പോരെ? നേരം ഒരുപാടൊന്നും ആയില്ല. ആഹാ പണിയൊന്നും എടുക്കുന്നില്ലേ? ആ പിന്നെ ആരാ പണിയെടുക്കുന്നത് ഇവിടെ? ഇവിടെ ആരാ? എലിക്കുട്ടിയാണോ പണിയെടുക്കണേ? എലിക്കുട്ടി അമ്മയാണോ അവിടെ പണി മുഴുവൻ എടുക്കണേ? ആരെയാ നോക്കണേ? ആരും ഇല്ല, എല്ലാവരും പോയി. അമ്മ ആരെ അന്വേഷിച്ചേ? ആരെ അന്വേഷിച്ചേ? ഞാനാരെ അന്വേഷിച്ചില്ല. ഇല്ലേ? ആവശ്യമില്ലാതെ എന്തോ അന്തോ ഇല്ലാതെ ആളന്വേഷിച്ച് പോകേണ്ട കാര്യം. ആണോ? കുറ്റിയിട്ടു. അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടുപോയി. കുറ്റിയിടും ഉണ്ടോ? അടി കൊടുത്തു. അമ്മ അടി കൊടുക്കാത്തോണ്ട് ഞാൻ അടി കൊടുത്തു കേട്ടാ. ചോര കൊതുകിരുന്നതാ ഉണ്ടോ? അതിനകത്ത് ആളുണ്ട്. കുറ്റിയിട്ടില്ലേ? ആരും കിടപ്പില്ല. ഇല്ല നോക്കിയോ? ഇരിപ്പും ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണോ? പുറത്തേക്കാരും ഇരിക്കാനിട്ടില്ല, അകത്ത് ആരും ഇല്ല. ബാത്റൂമിൽ കയറി ഇരിപ്പുണ്ടോ? എന്നാ എന്നെ കൂട്ടിയിട്ടതല്ലേ? ആ ബാത്റൂമിൽ എല്ലാവരും കയറി ഇരിപ്പുണ്ടോ? ലൈറ്റ് ഇട്ട് നോക്കിയത് മുറിയിലേ ഉള്ളൂ. അമ്മ ചായ കുടിക്കാൻ പറ. ചായ കുടിക്കാൻ പറ. ചായ തണുത്ത് ഒന്ന് കുടിച്ചതല്ലേ? ആര് ഇല്ല. പോയി കുടിക്കാൻ ചായ കുടിക്കാൻ പോവാ. അമ്മ കിടക്കാൻ പോകണോ? കിടക്കാൻ പോകണോ? ആ എന്നാ പോയി കിടന്നോ. കഥ വലിച്ചു. നിങ്ങൾ പോക്കോ. ആ ഇപ്പൊ എന്നെ ഇവര് വന്നപ്പോ എന്നെ കിടക്കാനും ഇപ്പൊ ഭയങ്കര ചെറിയ ദേഷ്യമുണ്ടല്ലേ? ആ അപ്പം അതിട്ട് ഉണ്ടാക്കാൻ മാറിയായിരിക്കും. അതിൻ്റെ മൂട് മാറിക്കണമായിരിക്കും. അങ്ങനത്തെ അതായിരിക്കും. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.